وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സമ്മാനിച്ച് സുന്ദരമായ ഓർമ്മകൾ സമ്മാനിച്ച് പരിശുദ്ധ റമദാൻ വീണ്ടും നമ്മളോട് യാത്ര ചോദിച്ചിരിക്കുകയാണ്. റമദാനിലെ മുഴുവൻ നന്മയും ലഭിക്കണം എന്നാഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ആ റമദാനിലെ നന്മകൾ ലഭിക്കണമെന്നും ആ റമദാൻ നമുക്കനുകൂലമായി നാളെ റബ്ബിങ്കൽ സാക്ഷി പറയണമെന്നും ആ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കണമെന്നും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റമദാനും പെരുന്നാളും കഴിഞ്ഞു. ഇനി എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. റമദാൻ മാസത്തിലെ 30 ദിവസവും നോമ്പെടുക്കുവാനും അമലുകൾ ചെയ്യുവാനും സാധിച്ചു. ധാരാളമായി പടച്ച റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്താൻ സാധിച്ചു. അങ്ങനെ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പെരുന്നാളും ആഘോഷിച്ചു. ഇനി എന്താണ് നാം ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരിക്കൽ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഖുൽ ലീ ഫിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഖൗലൻ, കൃത്യമായ ഒരു വാക്ക്, ഒരൊറ്റ വാചകത്തിലൂടെ എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എനിക്ക് സ്വർഗം ലഭിക്കാൻ എന്തൊക്കെ ഞാൻ ചെയ്യണമെന്നത് ഒരൊറ്റ വാചകത്തിലൂടെ എന്നെ പഠിപ്പിക്കണം, എനിക്ക് അറിയിച്ചു തരണം. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറയുന്നുണ്ട്,
ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, താങ്കളോടല്ലാതെ വേറൊരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ഒരൊറ്റ വാചകത്തിലൂടെ എനിക്കത് പറഞ്ഞു തരണം. എന്താണ് ഇസ്ലാം? സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: കുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ് ഫസ്തഖിം, നീ പറ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വേ അതിനനുസരിച്ച് നീ ജീവിതം നിലനിർത്തണം. ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിതം നിലനിർത്തണം. ആ ഇസ്തിഖാമത്ത് നിനക്കുണ്ടെങ്കിൽ റബ്ബുനല്ലാ എന്ന് നീ പറഞ്ഞാൽ തീർച്ചയായും നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അതാണ് ഇസ്ലാം. റമദാനിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. എന്താണ് എനിക്കിനി ഉണ്ടാവേണ്ടത്? എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമുക്കുണ്ടാവേണ്ടത് ഇസ്തിഖാമത്താണ്. നേരെ ചൊവ്വയുള്ള ഒരു ജീവിതം റമദാനിന് ശേഷം അടുത്ത റമദാൻ വരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവൻ സ്വർഗാവകാശിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രവുമല്ല, ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ പ്രഖ്യാപിച്ചാൽ, ഒന്നെന്താണ്? ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, തൗഹീദ് അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ആമൻതു ബില്ലാഹ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്തിയാൽ അവന്റെ മരണസമയത്ത് അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വരുമെന്നാണ്, മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മരണസമയത്ത് എന്തായിരുന്നാലും മലക്കുകൾ വരും. മലക്കുൽ മൗത്ത് ഉറപ്പാണ്. കൂടെ ഒരുപാട് മലക്കുകൾ ഉണ്ടാകും. നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ കൊണ്ടുപോകാൻ അല്ലാഹുവിൻ്റെ മാലാഖമാർ വരും. നല്ല മനുഷ്യനെ കൊണ്ടുപോകുന്ന രംഗമൊക്കെ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചീത്ത മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര ചെയ്യുന്ന രംഗവും ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ഇസ്തിഖാമത്തോടു കൂടി ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ്റെ അടുത്തേക്ക് മലക്കുകൾ വരുമെന്നാണ്. ഇറങ്ങി വന്നിട്ട് മലക്കുകൾ പറയുമെന്നാണ് ഖുർആൻ അല്ലാഹു നമ്മളോട് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവൻ, അഥവാ തൗഹീദ് അംഗീകരിച്ചവൻ. റബ്ബുനല്ലാ എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതനുസരിച്ച് ജീവിതം നേരെ ചൊവ്വ നിലനിർത്താൻ സാധിച്ചാൽ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് കൃത്യമായ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി പാലിച്ച് ജീവിച്ചാൽ അവൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ പറയുന്ന വാചകം എന്താ? അല്ലാ തഖാഫു വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കാൻ വേണ്ട. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. അല്ലാ തഖാഫു വലാ തഹ്സനൂ. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ദുഃഖമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ദുഃഖിക്കണ്ട. കാരണം ഇതിനേക്കാൾ നല്ലതിതാ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതിനേക്കാളും ഇരട്ടിയായ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മരണസമയത്ത് എന്താണ് അവന് ലഭിക്കാനുള്ളത് അവനത് കാണുമെന്നാണ്. നരകമാണെങ്കിൽ നരകവും സ്വർഗമാണെങ്കിൽ സ്വർഗവും. അതിങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകൾ അവനോട് പറയും, വിഷമിക്കണ്ട, ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടിയായി അവിടെ കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട, ഭയപ്പെടുകയും വേണ്ട. എന്താ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം? നരകത്തെക്കുറിച്ചോ ഖബർ ശിക്ഷയെക്കുറിച്ചോ ഒന്നും പേടിക്കണ്ട. കാരണം എന്താ? നീ പ്രഖ്യാപിച്ചത് റബ്ബുനല്ലാഹ് എന്നാണ്.
എന്നിട്ട് ഇതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവനാണ് നീ. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നീ വിഷമിക്കുകയും വേണ്ട. തീർന്നില്ല. വ അബ്ശിറൂ, നീ സന്തോഷിക്കിൻ, കരയല്ലേ, വിഷമിക്കല്ലേ. വ അബ്ശിറൂ, നീ സന്തോഷിക്കിൻ. എന്തിനെ കുറിച്ച്? ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. നിന്നോട് പറഞ്ഞിരുന്നല്ലോ ആമൻതു ബില്ലാ, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചതിൽ വിശ്വസിച്ച് നേരെ ചൊവ്വ ജീവിച്ചാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സ്വർഗം ഇതാ. അതാണ് വ അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ്. തീർന്നില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും പരലോകത്തും ഞങ്ങളുണ്ട് നിന്റെ കൂട്ടുകാരായിട്ട്. എന്തൊരു സന്തോഷമായിരിക്കും ആലോചിക്കങ്ങളെ. ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ റബ്ബുനല്ലാ എന്ന് പറയാനൊക്കെ എളുപ്പമാണ്, ആ വാക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. തൗഹീദ് അനുസരിച്ച് തവക്കുലോടെ തഖ്വയോടുകൂടെ ജീവിക്കാനാണ് പ്രശ്നം. അതിനനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യുന്നതിലാണ് വിഷയം. അങ്ങനെ വന്നാൽ അവൻ്റെ അടുത്തേക്ക് മലക്കുകൾ വന്നിട്ട് പറയുന്ന വർത്തമാനങ്ങളാണ് സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങളാണ്, സന്തോഷത്തിൻ്റെ രംഗങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഞങ്ങളുണ്ട് കൂട്ടുകാരായിട്ട്. പിന്നെന്തിനു പേടിക്കണം? ഇവിടെ പലതും ഒഴിവാക്കിയിട്ടല്ലേ പോകുന്നത്. പേടിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ വാക്കാണത്, അള്ളാഹുവിൻ്റെ വാക്കാണ്. ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണ്ടേ, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണ്ടേ. അള്ളാഹുവിന്റെ മലക്കുകൾ പറയാൻ ഞങ്ങളുണ്ട് കൂട്ടുകാരായി. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ഇതിനേക്കാളപ്പുറം വേറെ എന്താ സഹോദരങ്ങളെ വേണ്ടത്? വേറെന്താ വേണ്ടത്? നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം അവിടെ കിട്ടും. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയാണത്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും. നിങ്ങളുടെ മനസ്സാഗ്രഹിച്ചാൽ അതവിടെ കിട്ടും. കുറേ ആഗ്രഹങ്ങളില്ലേ പലർക്കും, അല്ലേ? ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. അവിടെ ഒരു കഷ്ടപ്പാടുമില്ല, ആഗ്രഹിച്ചാൽ മതി. എന്താണ് വേണ്ടത്? ആഗ്രഹിച്ചാൽ മതി. വലക്കും മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ഇനി എന്താവശ്യപ്പെട്ടാലും അതവിടെ കിട്ടും. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. മലക്കുകൾ പറയാണ്, തീർന്നില്ല. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഇത് അല്ലാഹുവിന്റെ സൽക്കാരമാണ്, അല്ലാഹുവിന്റെ സൽക്കാരമാണ്. ഗഫൂറായ റഹീമായ അല്ലാഹുവിന്റെ സൽക്കാരമാണിത്. അല്ലാഹുവിന്റെ ഗസ്റ്റുകളായി, വിരുന്നുകാരായി പോകാൻ റെഡിയായിക്കോ എന്നാണ് മലക്കുകൾ പറയുന്നത്. എപ്പോഴാ പറയണത്? മരണസമയത്താണ് ഈ പറയണത്. ഇതാരോടാ പറയാ? ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചവരോട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ പറഞ്ഞില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പ്രവർത്തിച്ച് ക്ഷീണിച്ച് സമാധാനമടഞ്ഞ ആത്മാവേ. ആ വിളി തന്നെ നോക്കൂ നിങ്ങൾ. മരണസമയത്തെ വല്ലാത്ത ബേജാറും. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബേജാറാകുന്ന സമയതാ അവന്റെ മരണസമയമാണ്. ആ മരണസമയത്ത് മലക്കുകളുടെ സന്തോഷത്തിന്റെ വർത്തമാനം കേൾക്കാനുള്ള സൗഭാഗ്യം ആർക്കാ? അതാണ് നമ്മുടെ വിഷയം. എന്താ വിഷയത്തിന്റെ പേര്? ഇസ്തിഖാമത്ത്. അതുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നതാണ്, ഇങ്ങോട്ട് പോലും ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവും അവനെ കാണാൻ ഇഷ്ടപ്പെടും. ഒരു വാക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവും എന്ത് ചെയ്യും? അവനെ കാണാൻ ഇഷ്ടപ്പെടും. നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരാളെ കാണണം എന്ന് തോന്നാണ്. ജീവിതത്തിലേറെ ഇഷ്ടപ്പെടേണ്ട ആരെയാണ്? അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനെ കാണാൻ ഏതു മനുഷ്യനാ, ഏത് വിശ്വാസികൾ ആഗ്രഹിക്കാത്തത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞു തീർന്നില്ല. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. എന്നാൽ അള്ളാഹുവിനെ കാണുന്നത് ആരെങ്കിലും വെറുത്താൽ അള്ളാഹു അവനെയും വെറുക്കും. അവനെയും റബ്ബിനെ കാണാൻ ഇഷ്ടമല്ല. അള്ളാഹിനെ കാണാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ അള്ളാഹുവിന് നമ്മളെ കാണാൻ ഇഷ്ടമുണ്ടാകും. ഇനി അതല്ല, നിങ്ങൾക്ക് അള്ളാഹിനെ കാണുന്നത് വെറുപ്പാണോ എങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നത് വെറുപ്പാണ്. ഇത് പറഞ്ഞു തീരേണ്ട താമസം മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അകറാഹിയത്തുൽ മൗത്ത്, ഈ പറഞ്ഞത് മരണത്തോടുള്ള വെറുപ്പാണോ ഉദ്ദേശം? മരിക്കാൻ എല്ലാവർക്കും പേടിയല്ലേ? ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, നമുക്കൊക്കെ പേടിയല്ലേ മരിക്കാൻ? മരണത്തെ നമ്മൾ വെറുക്കുന്നുണ്ടല്ലോ. വെറുക്കുക എന്ന് പറഞ്ഞാൽ പേടിയല്ലേ മരിക്കാൻ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ മരിക്കാൻ ഇഷ്ടപ്പെടുക എന്നല്ലേ? ആരാണ് അങ്ങനെ ഇഷ്ടപ്പെടുക? ആർക്കാണ് മരിക്കാൻ ഇഷ്ടമുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ലൈസ കദാലിക്, അതല്ല, മരണമല്ല ഇവിടെ ഉദ്ദേശം. മരിക്കാൻ ആഗ്രഹിക്കുക, മരണത്തെ വെറുക്കുക, ഇതൊന്നുമല്ല ഇവിടത്തെ ഉദ്ദേശം. മറിച്ച് വലാകിന്നൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മരണസമയത്ത് ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, ഇതാണ് വിഷയം. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിക്കാൻ സമയത്ത് അവന്റെ അടുത്തേക്ക് കാരുണ്യത്തിന്റെ, സന്തോഷത്തിന്റെ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് സന്തോഷ വർത്തമാനം പറയും. നേരത്തെ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ഇതാ വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി എന്ന് പറഞ്ഞില്ലേ? ആ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഇദാ ബുശ്ശിറ, സന്തോഷ വർത്തമാനം നൽകും മരിക്കുന്ന സമയത്ത്. ഇതങ്ങട്ട് ഈ മനുഷ്യൻ കേൾക്കുമ്പോഴേക്കും അഹബ്ബ ലിഖാ അല്ലാഹി ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ഇതങ്ങട്ട് പറയുമ്പോഴേക്കും ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സ് വല്ലാതെ കൊതിക്കും. അള്ളാഹുവിനെ വേഗമൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവിനെ ഒന്ന് വേഗമൊന്ന് കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ മനുഷ്യൻ വല്ലാതെ കൊതിക്കും. ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ആ സമയത്ത് അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടും. നോക്കൂ നിങ്ങൾ, ഇതാണ് വിഷയം. എന്നാൽ വഇന്നൽ കാഫിർ, കാഫിറായിട്ടുള്ള, നിഷേധിയായിട്ടുള്ള, ഇസ്തിഖാമത്തില്ലാത്തൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഇദാ ബുശ്ശിറ ബിഅസാബില്ലാ വസഖതിഹി, അവന്റെ മരണസമയത്ത് നരകത്തെക്കുറിച്ചുള്ള വർത്തമാനമായിരിക്കും അവൻ കേൾക്കേണ്ടി വരിക. വസഖതിഹി, അള്ളാഹുവിന്റെ ദേഷ്യത്തെക്കുറിച്ചുള്ള വർത്തമാനമായിരിക്കും അവൻ കേൾക്കേണ്ടി വരിക. ഇതൊന്നും തമാശക്ക് പറഞ്ഞതല്ല കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകൻ, വഹി അനുസരിച്ച് സംസാരിക്കുന്ന പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് കരിഹ ലിഖാ അല്ലാഹി വകരിഹല്ലാഹു ലിഖാഅഹു, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വല്ലാതെ പേടിക്കും, വല്ലാതെ വെറുക്കും. ആ സമയത്ത് വകരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹുവും അവനെ വെറുത്തു കളയും. അവനെ കാണാൻ റബ്ബിനും ഇഷ്ടമുണ്ടാകില്ല എന്ന്. എന്താണ് ഈ പറഞ്ഞത്? ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, റമദാനിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്തിഖാമത്താണെങ്കിൽ, ആ ഇസ്തിഖാമത്തോടു കൂടിയുള്ളൊരു ജീവിതം നമുക്കുണ്ടായാൽ തീർച്ചയായും സഹോദരങ്ങളെ, മരണസമയത്ത് ഇവിടെ വെച്ച് തന്നെ, ഈ ലോകത്ത് ഈ ജീവിതത്തിൻ്റെ അവസാനത്തിൽ സന്തോഷ വർത്തമാനങ്ങൾ കേട്ട് മലക്കുകളുടെ സ്വാഗതത്തോടുകൂടെ ഈ ലോകത്തോട് യാത്ര ചോദിക്കാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ യഥാർത്ഥത്തിൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, നേരെ ചൊവ്വ ജീവിക്കുക, ഉറച്ചു നിൽക്കുക എന്നാണ്. ഉറച്ചു നിൽക്കുക. ഇന്ന് നമ്മൾ അള്ളാഹുവിനോട് 13 പ്രാവശ്യം ചോദിച്ചില്ലേ അല്ലേ? സാധാരണ എല്ലാ ദിവസവും 17 പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നു നിർബന്ധമായും. ഇന്ന് നമ്മൾ 11 പ്രാവശ്യം അല്ലേ? ഇന്ന് ളുഹർ നിസ്കാരമല്ല, ജുമുഅയായിരുന്നു, 2 റക്അത്തായിരുന്നു. 11 പ്രാവശ്യം നമ്മൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നാദാ നേരായ മാർഗത്തിലൂടെ, ഇസ്തിഖാമത്തിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഇതാണ് ഇസ്തിഖാമത്ത്. ഈ ഇസ്തിഖാമത്താണ് നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. എന്തിനാണ്?
മരണസമയത്ത് ഈ സന്തോഷ വർത്തമാനം കേൾക്കാൻ. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് വലിയൊരു വിഷയമാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടാൻ, ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിടാൻ, ഒരു പ്രലോഭനങ്ങളിലും ഒരു പ്രകോപനങ്ങളിലും വീണു പോകാതെ, പിശാചിന്റെ അടുത്തേക്ക് പോലും പോകാതെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, ഇതാണ് ഇസ്തിഖാമത്ത്. പിടിച്ചു വലിക്കാൻ പലതും ഉണ്ടാകും, പല മാർഗങ്ങളുണ്ടാകും, പല രൂപങ്ങളുണ്ടാകും. അതിലേക്കൊന്നും പോകാതെ ഈമാനോടുകൂടെ യഖീനോടുകൂടെ ഉറച്ചു നിൽക്കാൻ ആർക്ക് സാധിച്ചുവോ അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്താണ് റമളാനിന് ശേഷം നമുക്കുണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, റമളാൻ കഴിഞ്ഞല്ലോ. ഈ റമളാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ആരെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? റമളാൻ കഴിഞ്ഞു. റമളാനിൽ 30 ദിവസം പകൽ സമയത്ത് പട്ടിണി കിടന്ന് നോമ്പെടുത്തു, രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചു, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തു, ഖുർആൻ ഓതി. ഇത് നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ? എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഉണ്ടോ? ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് റമളാൻ അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് റമളാൻ കഴിഞ്ഞാലും ഈ അമലുകൾ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത്. റമളാൻ കഴിഞ്ഞാലും നന്മകൾ നിലനിർത്താൻ സാധിക്കുക, തിന്മകളോട് രാജിയാവാൻ, തിന്മകളോട് അടുക്കാതെ തിന്മകളോട് നോ പറഞ്ഞു മാറി നിൽക്കാൻ ആർക്ക് സാധിച്ചുവോ അവനെ സംബന്ധിച്ചിടത്തോളം റമളാൻ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിലോ ദിവസങ്ങളിലോ മാത്രമല്ല അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ലാ തകുൻ റമളാനിയൻ വലാ ശവ്വാലിയൻ വലാകിൻ കൂനു റബ്ബാനിയ. നിങ്ങൾ റമളാനിൻ്റെയോ ശവ്വാലിൻ്റെയോ ഏതെങ്കിലും പ്രത്യേകമായ സീസൺ ഭക്തി ഇതല്ല ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വലാകിൻ കൂനു റബ്ബാനിയ, നിങ്ങൾ റബ്ബിൻ്റെ ആളുകളാവണം, റബ്ബിൻ്റെ ആളുകളാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ, വിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കാണാൻ കഴിയുമെന്നാണ്. ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ഖുർആൻ അങ്ങനെയാണ് വിശദീകരിച്ചത്. വിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കാണാൻ കഴിയും. എങ്ങനെ? അവൻ്റെ അമലുകൾ നിരന്തരമായ അമലുകളിലായിരിക്കും അവൻ. ഞാൻ കഴിഞ്ഞല്ലോ, റമളാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇനി ഇല്ല, അങ്ങനത്തെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരൂല. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആ യഖീൻ എന്നതിന് ധാരാളം വിശദീകരണങ്ങളുണ്ട്. യഖീൻ വരെ നീ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. ആ യഖീൻ എന്നതിന് ഒരു വിശദീകരണമാണ് അൽ മൗത്ത് എന്ന് പറഞ്ഞാൽ, വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ മൗത്ത്, മൗത്ത് വരെ, മരണം വരെ. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഇബ്ലീസ് പരമാവധി പിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ മരണത്തിൻ്റെ ഘട്ടത്തിൽ വരെ. അവിടെ ഒന്നും വിടൂല. മരണത്തിൻ്റെ ഘട്ടത്തിൽ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അത് പറയാൻ സമ്മതിക്കാതെ പിടിച്ചു വലിക്കുമെന്നാണ്. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇബ്ലീസ്. മരിച്ചു എന്ന് ഉറപ്പായാലേ ഇബ്ലീസ് മാറിപ്പോവുള്ളൂ എന്നാ. അതുകൊണ്ട് നിരന്തരമായി ഇബ്ലീസിന് പിടികൊടുക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. റമളാനിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിചാരണ ചെയ്യുക. നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സ്വതക്കുകളെക്കുറിച്ചും നമ്മുടെ ഖുർആൻ പാരായണം, ഇതൊക്കെ സാധാരണ നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മരണം എന്നത് ഏത് സമയത്തും നമ്മിലേക്ക് കടന്നു വരാമെന്നത് പല അനുഭവങ്ങളിലൂടെ ചുറ്റുപാടിലും നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? നമ്മൾ വിചാരിച്ചു ഞാൻ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതൊന്നും എനിക്കില്ല, അല്ലേ? അതൊന്നും ഒരു കാരണമല്ല എന്ന് പഠിപ്പിച്ചെന്നില്ലേ പലതും. ഇന്നൊരാൾ മരിച്ചുവെന്ന് കേൾക്കുന്നു, നാളെ ഈ ഷെയർ ചെയ്തവൻ മരിച്ചുവെന്നത് മറ്റൊരുത്തൻ ഷെയർ ചെയ്യുന്നു.
കുല്ലു യൗമിൻ യഖൂലൂൻ മാത ഫുലാൻ വമാത ഫുലാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം അതാണ്. ഇന്ന് നിങ്ങൾ ഇന്നയാൾ മരിച്ചു എന്ന് പറയും, ഇന്നയാൾ മരിച്ചു എന്ന് പറയും. നാളെ നിങ്ങളെക്കുറിച്ച് മറ്റൊരുത്തൻ പറയും ഇന്നവൻ മരിച്ചു എന്ന്. ശരിയല്ലേ ഇത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പേടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഹാസിബു ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിങ്ങൾക്കൊരു വിചാരണ നേരിടേണ്ടി വരും, ഉറപ്പാണല്ലോ. അതിനു മുമ്പ് സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യണം. പേടിയായിരുന്നു, പലപ്പോഴും കരയുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്. എന്തേ കാരണം? എന്താണ്? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാ അമീറുൽ മുഅ്മിനീൻ, എന്തേ പ്രശ്നം? കരയാനുള്ള കാരണം എന്താണ്? നമുക്കൊരുപാട് കാരണങ്ങളുണ്ടാവും കരയാൻ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കരയാനുള്ള കാരണം, അലിയേ നമുക്ക് സ്വർഗം കിട്ടൂലേ, സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് കരയുന്നത്. ആരാണ് ഈ കരയുന്നത്? ഉമറും ഫിൽ ജന്ന എന്ന റസൂലുള്ളാഹിന്റെ നാവിലൂടെ സന്തോഷ വർത്തമാനം ജീവിച്ചിരിക്കുന്ന സമയത്ത് കേട്ട സ്വഹാബി അല്ലേ? ഉമർ ഒരു വഴിയിലൂടെ വരുമ്പോ മറുവഴിയിലൂടെ ഇബ്ലീസ് കടന്നു വന്നാൽ ഇബ്ലീസ് ഉമറിനെ പേടിച്ചു വഴി മാറിപ്പോകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് ശേഷം ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വർഗത്തിൽ സ്വർണത്തിന്റെ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കണം എന്ന് ആഗ്രഹിച്ചു. എന്റെ കാലെടുത്ത് വെക്കാൻ ആ സമയത്ത് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, ഇതാർക്കു വേണ്ടിയാണ് ഈ സ്വർണത്തിന്റെ പാലസ് കൊട്ടാരം? അത് ഉമറിന് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കാല് ഞാൻ പിൻവലിച്ചു. ഈ രംഗം ഇങ്ങനെ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, എന്തേ താങ്കൾ ആ കാല് പിൻവലിച്ചത്? ഉമറേ, നീ ഒരു മുൻകോപിയാണെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കൊട്ടാരത്തിലേക്ക് നിനക്ക് മുന്നായി ഞാൻ കയറിയാൽ അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ കയറിയാൽ ഞാൻ ദേഷ്യപ്പെടുകയോ? എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. പറഞ്ഞു വന്നത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാണ്. അദ്ദേഹമാണ് പറയണത് ഹാസിബു ഖബ്ല അൻ തുഹാസബു. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ഖവ്വാമുൻ അലാ നഫ്സിഹി. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നേരെ ചൊവ്വ നിലനിർത്തണം. യുഹാസിബു നഫ്സഹു ലില്ലാഹി അസ്സ വജല്ല. ഞാൻ ആ മനുഷ്യൻ ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയാണ്, യുഹാസിബു നഫ്സഹു ലില്ലാഹി അസ്സ വജല്ല. അവനെപ്പോഴും അല്ലാഹുവിനെ ഓർത്ത് അവൻ സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. വഇന്നമാ ഖഫൽ ഹിസാബു യൗമൽ ഖിയാമത്തി അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും ഫിദ്ദുനിയാ. ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് വിചാരണ എളുപ്പമാക്കി കൊടുക്കും. അവൻ ആരെന്നറിയോ? ദുനിയാവിൽ സ്വന്തത്തെ വിചാരണ ചെയ്തവനാണ്. വഇന്നമാ ശഖൽ ഹിസാബു യൗമൽ ഖിയാമ അലാ ഖൗമിൻ അഖദു ഹാസൽ അംറ മിൻ ഗൈരി മുഹാസബ. എന്നാൽ വേറെ ചില ആളുകൾക്ക് പരലോകത്ത് ഭയങ്കര ഭാരമാക്കി പ്രയാസമാക്കും വിചാരണ. അവരാരെന്നറിയോ? ദുനിയാവിൽ വിചാരണയെ പേടിക്കാതെ ജീവിച്ചവരാണ്. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ, അപ്പോഴല്ലേ. അങ്ങനല്ല. ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. നിങ്ങൾ വിചാരിക്കാണത് കുറേ കഴിഞ്ഞിട്ടാണ്, കുറേ ദൂരമുണ്ട്. നിങ്ങളെ വിചാരമാണ് വനറാഹു ഖരീബ, എന്നാൽ നാം കാണുന്നത് ഏറ്റവും അടുത്തായിട്ടാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ഫഹും ഫീ ഗഫ്ലത്തി മുഅരിദൂൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതാ, ഇതാ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ്, അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തത്തെക്കുറിച്ചുള്ളൊരു വിചാരണ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ റമദാനിന് ശേഷം ഇസ്തിഖാമത്തോടുകൂടെ ഇസ്തിഖാമത്ത് നമ്മിൽ ഉണ്ടാവണമെങ്കിൽ റമദാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ നേടിയിട്ടുണ്ടാവണം. എന്തിനായിരുന്നു റമദാൻ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ശഅബാനിൽ കഴിഞ്ഞു, റമദാനിൽ 1 മാസം ജീവിച്ചു, ശവ്വാൽ ഏകദേശം പകുതിയോളം അല്ലേ? ഈ റമദാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നേടാൻ കുറച്ചെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ശഅബാനിലില്ലാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചെറിയ ശതമാനം തഖ്വയെങ്കിലും, ഏതെങ്കിലും ഒരു സുന്നത്തെങ്കിലും കഴിഞ്ഞ ശഅബാനിൽ
ജീവിതത്തിൽ നിരന്തരമായി പുലർത്തി വരാത്ത ഏതെങ്കിലും ഒരു സുന്നത്ത് ഈ റമദാനിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് തഖ്വ. ഏതെങ്കിലും ഒരു സുന്നത്ത്, നിസ്കാരമാവാം, സ്വതക്കയാവാം, ഖുർആൻ പാരായണമാവാം, ഏതെങ്കിലും ഒരു സുന്നത്ത്, കഴിഞ്ഞ ശഅബാനിലില്ലാത്ത ഏതെങ്കിലും ഒരു സുന്നത്ത്. ഫർദിന്റെ വിഷയമല്ല, സുന്നത്തിന്റെ വിഷയം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികൾ സലഫുകൾ പറഞ്ഞത് ബിഅസൽ ഖൗം, ഒരു വിഭാഗം ആളുകൾ എത്ര മോശമാണെന്നറിയോ, ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമദാൻ, അവർക്ക് റമദാനിലല്ലാതെ അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തഖ്വയാണ് നമുക്ക് ആവശ്യം. എന്താണ് തഖ്വ എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. വികായത്താണ് തഖ്വ. വികായത്തിൽ നിന്നാണ് തഖ്വ വന്നിട്ടുള്ളത്. സംരക്ഷണമാണ്. അവിടെ ഒരു അപകടമുണ്ടെങ്കിൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് മനസ്സിലാക്കി ജാഗ്രതയോടുകൂടെ ജീവിക്കലാണ് തഖ്വ. ഇതുണ്ടാവണം സഹോദരങ്ങളെ. അതിനെന്ത് വേണമെന്നറിയോ? നമ്മുടെ കൽബ് ശരിയാവണം, വിശുദ്ധമാകണം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഇതാര് പ്രാർത്ഥിച്ചതാ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരാ പ്രാർത്ഥിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കൽബുൻ സലീമായിട്ടുള്ള ആ ഒരു മനുഷ്യന്മാർക്ക് മാത്രം, നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്തിഖാമത്ത് ഉണ്ടാകണമെങ്കിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആദ്യം വേണ്ടത് ഹൃദയം നന്നാവലാണ്. ആ ഹൃദയം നന്നായാൽ തീർച്ചയായും ഇസ്തിഖാമത്ത് ജീവിതത്തിലുണ്ടാകും. അതിനെന്ത് വേണമെന്നറിയോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ദവാഉൽ ഖൽബി ഖംസത്തു അശിയാ, 5 മരുന്നുകളാണ് ഹൃദയം നന്നാവാനുള്ള 5 മരുന്നുകൾ. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി, തദബ്ബുറോട് കൂടെ ഖുർആൻ പാരായണം ചെയ്യുക. കേവല ഖുർആൻ പാരായണമല്ല, അതിന് വലിയ പ്രതിഫലം ഉണ്ട് കേട്ടോ. റമദാനിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഖത്തം തീർത്തവരുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാരായണം ചെയ്യുന്നതോടൊപ്പം തദബ്ബുർ ഉണ്ടാവണം. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം, അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കണം, തഫ്സീറുകൾ കേൾക്കണം, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. അങ്ങനെ ഖുർആനെ സമീപിക്കാൻ സാധിക്കണം. രണ്ടാമതായി വഖലാഉൽ ബത്തുൻ, സുന്നത്തായ നോമ്പുകളാണ്. കഴിയുന്ന ആളുകളൊക്കെ സുന്നത്തായ ദിവസങ്ങളിൽ, സുന്നത്തായ നോമ്പുകൾ പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ. വഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരങ്ങൾ. പലപ്പോഴും പറയാറുണ്ട് നമ്മൾ, സുബഹിക്ക് മുൻപ് എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ ഇശാഇന് ശേഷം, ഇശാഇൻ്റെ സുന്നത്തിന് ശേഷം ഒന്നുകിൽ പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കുക. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഇശാ നിസ്കരിച്ചിട്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ട് 3 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ചുരുങ്ങിയത്. ഇനി അതല്ല, നമുക്ക് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമോ? തഹജ്ജുദായി, അതാണ് ഏറ്റവും നല്ലത്, അതിനാണ് വലിയ പ്രതിഫലം. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ നഷ്ടപ്പെടുത്തരുത്. ഇശാഇന് ശേഷം, ഇശാഇൻ്റെ സുന്നത്തിന് ശേഷം ഒന്നുകിൽ പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് ഒരു 3 റക്അത്തെങ്കിലും, അതൊക്കെ രാത്രി നമസ്കാരങ്ങളായി കൊണ്ടുവരണം. സുബഹിക്ക് മുമ്പ് കഴിയുന്നവരൊക്കെ എഴുന്നേൽക്കണം. എന്നിട്ട് ആ സുബഹിൻ്റെ സമയത്ത്, സുഹൂറിൻ്റെ സമയത്ത് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ സാധിക്കണം. 5ാമത്തെ കാര്യം വമുജാലസത്തു സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട്, നമ്മളെ കോണ്ടാക്റ്റുകൾ, ഏറ്റവും അടുത്ത കോണ്ടാക്റ്റ്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത സുഹൃത്ത് സ്വാലിഹായ ഒരു മനുഷ്യനായിരിക്കണം. അങ്ങനെ സ്വാലിഹീങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മനസ്സുകൾ നന്നാകുമെന്നാണ്. ആ കൂട്ടുകാരെ ലഭിച്ചാലുള്ള ഗുണങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 6 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി എണ്ണിപ്പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, നല്ല കൂട്ടുകാരെ ലഭിച്ചാൽ 6 നന്മകൾ നിങ്ങൾക്ക് നേടാൻ കഴിയും. 6 നന്മകൾ എന്തൊക്കെയാണെന്നറിയോ? 1 മിനശ്ശക്കി ഇലൽ യഖീൻ, നിരന്തരമായ സംശയങ്ങൾ ഉണ്ടാകും എപ്പോഴും. ആ സംശയം എന്താ? ദീനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കാരണമായ സംശയങ്ങൾ. അങ്ങനെയാണ് ഏറ്റവും അടിയുറച്ച് നിൽക്കുന്നവരെ പോലും പിടിച്ചു വലിക്കാൻ ഇബ്ലീസ് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പല ചോദ്യങ്ങളും മനസ്സിലേക്ക് ഇട്ട് തരും. ഇന്ന് ആളുകൾ പലരും ഇഷ്ടപ്പെടുന്നതും, പുതിയ തലമുറയിലെ പലരും ഇഷ്ടപ്പെടുന്നതും
ഒക്കെ മുസ്ലിം എന്നതിന് മുമ്പിൽ എക്സ് ചേർക്കാനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ആരാ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? എക്സ് എന്ന് ചേർത്തുകൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമായ വാപ്പാന്റെ ഉമ്മാന്റെ മകനായി പിറക്കാൻ ഭാഗ്യം ലഭിച്ചവരാ, ഖുർആൻ ഓതിയവരാ. പല സംശയങ്ങളും മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. എന്നിട്ട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ ഇന്നയാളുടെ കുറേ വാക്കുകൾ നിരന്തരമായി കേൾക്കാൻ തുടങ്ങി, അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇതിന് ഉത്തരം കിട്ടിയത്, അങ്ങനെ ഞാൻ ഇസ്ലാമിനോട് ബൈ ബൈ പറഞ്ഞു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം സമയങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ യക്കീനോടുകൂടെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ. വമിന റിയാ ഇലൽ ഇഖ്ലാസ്, റിയാ വലിയ അപകടമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല കൂടുതലായി. അതിൽ നിന്ന് ഇഖ്ലാസിലേക്ക് കൊണ്ടുവരാൻ, നല്ല നസീഹത്തുകൾ നൽകാൻ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ കഴിയും. വമിനൽ ഗഫ്ലത്തി ഇല ദിക്ർ, ദിക്റുകളില്ലാത്ത നിന്റെ ജീവിതമാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റിലേക്ക് നിന്നെ കൊണ്ടുവരാൻ, ഉപദേശങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അത്തരം സദസ്സിലേക്ക് നിന്നെ ക്ഷണിക്കാൻ, ഓർമ്മിപ്പിക്കാൻ അത്തരം കൂട്ടുകാർക്ക് കഴിയും. നാലാമത്തെ കാര്യം, വമിനർ റഗബത്തി ഫിദ് ദുനിയാ ഇല റഗബത്തി ഫിൽ ആഖിറ, ദുനിയാവ് മാത്രം മനസ്സിൽ കണ്ട് ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോ പോരാ, ഇതാ പരലോകം മുന്നിൽ വരാനുണ്ട്, മരണമുണ്ട് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ. അഞ്ചാമത്തെ കാര്യം, വമിനൽ കിബരി ഇല തവാദുഇ, മനസ്സിലേക്ക് എന്തെങ്ങാനും അഹങ്കാരത്തോടു കൂടിയുള്ളൊരു ജീവിതം നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നല്ല കൂട്ടുകാരൻ ഓർമ്മിപ്പിക്കും, പാടില്ലട്ടോ, അള്ളാഹുവിന് ഇഷ്ടം വിനയമുള്ളവരെയാണ്. വമിൻ സൂഇൻ നിയ്യതി ഇലൻ നസീഹ, ദുഷിച്ച പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് തടയും. നീ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് നല്ല കൂട്ടുകാർ ചിന്തിക്കൂല, അതിൽ നിന്ന് തടയും. അത് ശരിയല്ല, നിന്റെ ഈ പോക്ക് അപകടമാണ് എന്നവർ നിന്നോട് പറയും, നന്മയിലേക്ക് നിന്നെ ക്ഷണിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും അത് മനസ്സിനെ നന്നാക്കാൻ കഴിയും. മനസ്സിനെ നന്നാക്കിയാൽ ശരീരം മുഴുവൻ നന്നായി. അങ്ങനെ ജീവിച്ചാൽ അതാണ് ഇസ്തിഖാമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ മരണസമയത്ത് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ, സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ആ വർത്തമാനം കേട്ട് ഈ ലോകത്തോട് യാത്ര ചോദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ തീരുമാനിക്കണം, ഇനി പിന്നോട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഷഅബാനിലില്ലാത്ത ഏതെങ്കിലും ഒരു നന്മ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കണം. അത് ഈ റമദാൻ നമുക്ക് തന്നിരിക്കണം. അങ്ങനത്തെ ഒരു തീരുമാനത്തോടുകൂടെ ഇനിയുള്ള ദിവസത്തെ നമ്മൾ കാണാൻ കഴിയണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ ഇപ്പം ശുദ്ധമാണ്, എല്ലാം പടച്ച റബ്ബിലേക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ശുദ്ധമാണ്. ഇനിയൊരു തിന്മയിലേക്ക് പോകാതെ, അതിനൊരവസരം പിശാചിന് ഒരു കാരണവശാലും പിശാചിന് കീഴ്പ്പെടുത്താൻ ഒരവസരം നൽകാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, സുന്നത്തിലൂടെ, ഫർളായ അമലുകളിൽ വീഴ്ച വരുത്താതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള അതിനിടയിൽ വന്നുപോകുന്ന പാപങ്ങൾ, അറിയാതെ വന്നു പോകുന്നതെല്ലാം, ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ അത് തന്നെ കാരണമാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തോടുകൂടെ മരണം വരെ ജീവിക്കുന്നവരിൽ, അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിത് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, നാഥ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. എല്ലാവിധ പിശാചിൻ്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരിൽ, തൗഹീദോടുകൂടി ജീവിക്കുന്നവരിൽ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ നീ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറകളെ മരണം വരെ നിലനിർത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ.
മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.